Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചാപ്റ്റർ ആണ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എവിടെ വരെ എടുത്തു നിർത്തിയത്? മിസ്സിംഗ് റെക്കോർഡ്സ് ഒക്കെ എടുത്തില്ലായിരുന്നോ? പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് എടുത്തില്ലേ? ഓ, അവിടെ വരെയല്ലേ എടുത്തു നിർത്തിയത്? പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് വരെ കംപ്ലീറ്റ് അല്ലേ? നെക്സ്റ്റ് സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ആ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വരെയും ക്ലിയർ ആണോ? എടുത്തു നിർത്തിയിരിക്കുന്ന ഭാഗം വരെയും ക്ലിയർ ആണോ? Clear ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലെ? ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? അതല്ലേ നല്ലത്? അല്ലെങ്കിൽ മിസ് ഇപ്പൊ എടുക്കുന്നതിനോടൊപ്പം പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് നോക്കിയിരിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഭാഗങ്ങൾ മിസ് ഈ ചാപ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. സപ്ലൈ ഓഫ് റെക്കോർഡ്സ്, റെക്കോർഡ്സിന്റെ വിതരണം. ഇപ്പൊ എല്ലാവർക്കും നമുക്ക് അങ്ങനെ റെക്കോർഡ്സ് എന്ത് ചെയ്യാൻ പറ്റുമോ? വിതരണം ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? എല്ലാവർക്കും കൊടുക്കാനുള്ള അനുവാദമൊക്കെ ഉണ്ടോ? ഇല്ല. മെഡിക്കൽ റെക്കോർഡ്സ് ആവുമ്പോൾ വളരെ അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അധികം അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ നമുക്ക് ഈ ഒരു റെക്കോർഡുകൾ കൈമാറാനായിട്ട് പാടുള്ളൂ അല്ലെ? ഇവിടെയും മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകൾ ആരൊക്കെ, എന്തിനു വേണ്ടിയാണ് നമ്മളത് വിതരണം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് to supply of medical records to authorized persons for patient care, medico-legal, administrative that include investigation and financial, clinical meetings. So ഇവിടെ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ് ഈ മെഡിക്കൽ റെക്കോർഡ്സ് ആർക്ക് വിതരണം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ആർക്ക് അത് കൊടുക്കേണ്ടത്? ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രം അല്ലെ? അംഗീകരിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഈ മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെഡിക്കൽ റെക്കോർഡുകൾ സപ്ലൈ ചെയ്യേണ്ടത്? പേഷ്യൻസിന് പരിചരണം നൽകാൻ വേണ്ടി അല്ലെ? പേഷ്യൻസിന് ഇപ്പം അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ പേഷ്യൻസിന് പരിചരണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പേഷ്യൻസിന് നല്ല പരിചരണം അല്ലെങ്കിൽ രോഗി പരിചരണത്തിന് വേണ്ടി ഈ മെഡിക്കൽ റെക്കോർഡുകൾ അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് കൈമാറാം. മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട്, എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വിശദമായിട്ട് അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസസ് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അധികാരികൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, പലതരത്തിലുള്ള പരിശോധനകൾ നടത്താൻ, ഇപ്പൊ ഓഡിറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള കണക്കുകൾ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ മെഡിക്കൽ റെക്കോർഡുകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ക്ലിനിക്കൽ മീറ്റിംഗ്സ്, എന്തായിരിക്കും ക്ലിനിക്കൽ മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ? ആര് നടത്തുന്ന മീറ്റിംഗ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഗ്യാതറിംഗ് ആവാം. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നടത്തുന്നത് അല്ലെ? ഒരു ഹോസ്പിറ്റലില് ആരൊക്കെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ പ്രധാനമായിട്ട് ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ്സ് നടത്തും. എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേഷ്യൻസിന്റെയും കേസുകളെ കുറിച്ച് വിശദമായിട്ട് ഡിസ്കഷൻസ് നടത്താൻ വേണ്ടി ആ ഒരു ഡോക്ടറും ആ നഴ്സും അവരെ പരിചരിക്കുന്ന പാരാമെഡിക്സും ഒക്കെ കൂടി ആ ഒരു കേസ് എടുക്കുന്നു. ഓരോ പേഷ്യന്റിന്റെയും കേസുകൾ എടുത്ത് ആവശ്യമായ ഡിസ്കഷൻസ് നടത്തി പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ ഷെയർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇനി എങ്ങനെ പേഷ്യൻസിന് പരിചരണം കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു നില എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, മെച്ചപ്പെടുത്താം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്ത് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുമ്പോ ഈ പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഈ മെഡിക്കൽ റെക്കോർഡുകളുടെ സഹായത്തോടു കൂടിയാണ് അവർക്ക് കുറച്ചും കൂടി നല്ല
രീതിയിൽ ആ ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലൊരു പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കാനും സാധിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെഡിക്കൽ റെക്കോർഡുകൾ ആർക്ക് വിതരണം ചെയ്യാം? അതിന് ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് അതിന്റെ ഉത്തരവാദിത്വം. അംഗീകൃതമല്ലാത്ത ഒരു വ്യക്തിക്കും കൈമാറാൻ പാടില്ല. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൊടുക്കേണ്ടത്? പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാവാം, അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, ഇപ്പൊ നമ്മൾ ഓഡിറ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ മീറ്റിംഗ്സ് നമ്മുടെ ഹെൽത്ത് പ്രൊഫഷണൽസ് നടത്തുന്ന ഇങ്ങനെയുള്ള ഫോർമൽ ഗ്യാതറിംഗ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്സ് മുതലായവര് നടത്തുന്ന ഇങ്ങനെയുള്ള മീറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് ഓരോ കേസുകളെ കുറിച്ച് ഡിസ്കഷൻ നടത്താനും പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾ അതുമായി ബന്ധപ്പെട്ട അംഗീകൃതമായ വ്യക്തികൾക്ക് ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അതിന് അവർക്ക് അനുവാദം അല്ലെങ്കിൽ ഉത്തരവാദിത്തം അവരുടെയാണ് ഉള്ളത്. ഞാൻ രണ്ടാമത്തത് പറയുന്നത്, ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ദ റെക്കോർഡ് ഷുഡ് നോട്ട് ബി സെന്റ് ഔട്ട് ഓഫ് ദ MRD. ഇനി എന്താ, ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻസ് നടത്താറുണ്ട്. റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ പേഷ്യൻസിന്റെയും കേസൊക്കെ സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഒരു റിസർച്ച് ഒക്കെ നടത്തുന്ന അങ്ങനെയല്ലേ, പലതരം കാര്യങ്ങൾ നമ്മൾ പല പേഷ്യൻസിന്റെയും കണ്ടീഷൻസ്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഇതൊക്കെ പരിശോധിച്ചാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പരിശോധനകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻസും റിസർച്ചുകളും ഒക്കെ ആ ഹോസ്പിറ്റലിൽ നടത്തപ്പെടുന്നുണ്ടെങ്കിലും അതിനൊന്നും വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഈ MRD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ആ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾ കൊടുത്തുവിടാനായിട്ട് പാടില്ല. മനസ്സിലായോ? ഒരു റിസർച്ച് നടത്തുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്നതായിക്കോട്ടെ, അവർക്ക് ആ ഒരു MRD ഡിപ്പാർട്ട്മെന്റിൽ വന്നിരുന്ന് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയാറില്ലേ, അവിടെയുള്ള റെക്കോർഡുകൾ അവിടെ തന്നെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബുക്കുകള്, ചില ബുക്കുകൾ നമുക്ക് തള്ളുവിടില്ല അല്ലെ. നമുക്ക് അവിടെ തന്നെ ഇരുന്ന് എന്ത് ചെയ്യാം? റെഫർ ചെയ്ത് നോട്ട്സ് ഒക്കെ നോട്ട് ചെയ്തെടുത്ത് പോവാം ഇല്ലേ. അല്ലാതെ നമുക്ക് വീട്ടിലേക്ക് തന്നു വിടാറില്ല അവര്. അതുപോലെ തന്നെ ഇവർക്ക് അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണമെങ്കിൽ അവർക്ക് ആ MRD ഡിപ്പാർട്ട്മെന്റിനുമായി ബന്ധപ്പെട്ട് അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഓരോ കേസുകളെ കുറിച്ച് സ്റ്റഡി ചെയ്യാനോ അത് നോട്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു അനുവാദം ഉണ്ടാവും. അല്ലാതെ ഈ MRD ഡിപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ടുപോകാനായിട്ട് ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? സമ്മതിക്കാനായിട്ട് പാടില്ല. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. റെക്കോർഡ്സ് വിതരണം ചെയ്യുന്നത് ആർക്കൊക്കെയാണ്? എന്തിനു വേണ്ടിയാണ്? അതുപോലെ തന്നെ ഏത് കേസിലാണ് നമ്മളിത് കൊടുക്കാതിരിക്കുക? കൂടുതലും എങ്ങനെയാണ്? ഇപ്പൊ ഒരു MRD ഡിപ്പാർട്ട്മെന്റില് ഈ പറയുന്ന ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കൂടി അവിടെ ഇരുന്ന് അവർക്ക് അനാലിസിസ് ചെയ്യാം, അതിനനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അതല്ലാതെ ഈ MRD ഡിപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് അത് അവരുടെ കയ്യിൽ കൊടുത്തുവിടാൻ പാടില്ല. ക്ലിയർ ആണോ? സപ്ലൈ ഓഫ് റെക്കോർഡ്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്, മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. ഇനി ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസസിന്റെ വരുമ്പോഴുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. There should be a central medico-legal register retained in the accident and emergency department under the control of chief medical officer. ആരുടെ നിയന്ത്രണത്തിലാണ്? ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില്, അവരുടെ കീഴില്, നിയന്ത്രണത്തില് ആ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പറയുന്ന മെഡിക്കോ ലീഗലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസുകളും നമ്മൾ ഈ രജിസ്റ്ററിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്ത് വെക്കുകയും വേണം. അപ്പൊ ഈ ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കീഴിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ ഹോസ്പിറ്റലില് ആ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ
ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തിലായിട്ട് ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കും. രണ്ടാമത്തത്, ഓൾ മെഡിക്കോ ലീഗൽ കേസസ് അഡ്മിറ്റഡ് ഫ്രം കാഷ്വാലിറ്റി, ഔട്ട്പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് സർവീസസ് must be registered in the central medico legal register. ഇപ്പോൾ കാഷ്വാലിറ്റി വഴി വരുന്ന ഒരു മെഡിക്കോ ലീഗൽ കേസ് ആവാം, ഒരു ഔട്ട്പേഷ്യന്റ് വഴി അല്ലെങ്കിൽ ഒരു ഇൻപേഷ്യന്റ് സർവീസ് വഴി വരുന്ന മെഡിക്കോ ലീഗൽ കേസസ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ മെഡിക്കോ ലീഗൽ കേസസും നമ്മൾ നിർബന്ധമായിട്ടും ഈ സെൻട്രൽ മെഡിക്കൽ രജിസ്റ്ററുകളിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആൻഡ് ഈ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി affixed on each registered case to make sure that the case has been registered. ഇനി എന്താ, ഈ ഓരോ കേസും നമ്മൾ രജിസ്റ്റർ ചെയ്യൂലേ, അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ കേസുകളുടെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുക. അപ്പൊ ഒരു സ്റ്റാമ്പ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ റബ്ബർ സീലൊക്കെ പോലത്തെ സാധനങ്ങളാകും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് എന്നാണ് നമ്മൾ ഇവിടെ ഇത് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ ഡേറ്റും സമയവും ഒക്കെ നമുക്ക് ആരാണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് അവിടെ അതിനോടൊപ്പം തന്നെ ആ ഒരു സീലിനൊപ്പം തന്നെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു കേസ് നമുക്ക് ആ ഒരു ഫയൽ എടുക്കുമ്പോൾ ആ ഒരു കേസ് മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം ഇന്ന ഡേറ്റിനാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്, ഇന്ന വ്യക്തിയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പുകള് അതിൽ ഓരോ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലും അഫിക്സ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഒട്ടിച്ചിരിക്കണം. അപ്പൊ 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് മെഡിക്കോ ലീഗൽ രജിസ്റ്റർ, സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ എവിടെ ഉണ്ടായിരിക്കണം, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. അത് ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം, ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കീഴിലെ നിയന്ത്രണത്തിലായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് ഇപ്പൊ കാഷ്വാലിറ്റി വഴി വരുന്ന ഒരു മെഡിക്കോ ലീഗൽ കേസ് ആവാം, ഔട്ട് പേഷ്യന്റ് സർവീസ് വഴിയോ ഇൻപേഷ്യന്റ് സർവീസ് വഴിയോ വരുന്ന എല്ലാ തരത്തിലുള്ള മെഡിക്കോ ലീഗൽ കേസുകളും നിർബന്ധമായിട്ടും ഈ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. മൂന്നാമത് പറയുന്നത് ഈ പറയുന്ന ഓരോ കേസസും രജിസ്റ്റർ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ ഓരോ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴും അത് നിർബന്ധമായിട്ടും അതിൽ എന്തൊട്ടിക്കണം എന്ന് പറയുന്നത് മെഡിക്കൽ ലീഗൽ എന്താണ് സ്റ്റാമ്പുകൾ ഒട്ടിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു കേസ് ഷീറ്റ് എടുക്കുമ്പോൾ ഇത് നമ്മുടെ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പുകൾ ഇതിൽ പതിപ്പിക്കുന്നത്. ക്ലിയർ ആണോ ഈ 3 പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത പോയിന്റ്, the completed central medico legal register has to be kept under the custody of the MRO. ഇങ്ങനെ പൂർത്തിയാക്കുന്ന ഓരോ സെൻട്രൽ മെഡിക്കൽ ലീഗൽ രജിസ്റ്ററുകളും ആരുടെ കസ്റ്റഡിയിലാണ് പിന്നീട് വെക്കുക? ആരുടെ കസ്റ്റഡിയിലാണ് വെക്കുന്നത്? MRO. ആരാണ് MRO? ആരാണ് MRO? MRO മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് ആണ്. അപ്പൊ ആ ഒരു MRO ഈ മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലായിരിക്കും പൂർത്തിയാക്കിയിട്ടുള്ള ഈ സെൻട്രൽ മെഡിക്കൽ റെക്കോർഡ് രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നത്. Then all medico legal cases which are registered in the hospital should be intimated to the police through the hospital administrator to make sure that the medico legal case records are complete. ഇനി എന്താണ്, ഇങ്ങനെ ഏതൊരു മെഡിക്കോ ലീഗൽ കേസസും ആ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അവരെ ആരെ അറിയിക്കും? അത് ആരെ അറിയിക്കുന്നേ? ആ ഒരു ഹോസ്പിറ്റലുകാർ അത് ആരെ അറിയിക്കും? പോലീസിനെ അവിടെ ഇന്റിമേഷൻ കൊടുക്കും അല്ലെ, പോലീസിനെ അറിയിക്കും. ആര് മുഖേനയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന അവരത് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നു? പോലീസിനെ അറിയിക്കുന്നു. ടു മേക്ക് ഷുവർ ദാറ്റ് ദ മെഡിക്കോ ലീഗൽ കേസസ് റെക്കോർഡ്സ് ആർ കംപ്ലീറ്റ്. ഇവിടെ ഉള്ള മെഡിക്കോ ലീഗൽ കേസസ് റെക്കോർഡുകൾ പൂർണ്ണമാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന എന്തൊരു പുതിയ മെഡിക്കോ ലീഗൽ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടാലും അതുടനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ
രജിസ്റ്റർ മുഖേന പോലീസിലെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. Then these have to be kept under safe custody of responsible officer in the medical record department. ഇത് നിർബന്ധമായിട്ടും ഈ മെഡിക്കൽ ലീഗൽ കേസുകളുള്ള അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു റെക്കോർഡുകള് വളരെ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസറുടെ കസ്റ്റഡിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അപ്പൊ മെഡിക്കോ ലീഗൽ കേസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നതില് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം? ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഈ പുതിയതായിട്ട് വരുന്ന, അതായത് ഇപ്പൊ ഒരു കാഷ്വാലിറ്റി വഴി വരാം, അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസ് വഴി വരുന്ന ഏതൊരു മെഡിക്കോ ലീഗൽ കേസസും നമ്മൾ നിർബന്ധമായിട്ടും ഈ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ഇങ്ങനെ ഓരോന്നും രജിസ്ട്രേഷൻ അതിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്, ആ ഫയൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിൽ നമ്മളൊരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഒട്ടിക്കുകയും വേണം. അടുത്തത് പറഞ്ഞത്, ഇങ്ങനെ പൂർത്തിയാക്കിയിട്ടുള്ള ഈ സെൻട്രൽ മെഡിക്കൽ റെക്കോർഡുകള്, മെഡിക്കോ ലീഗൽ റെക്കോർഡുകള് ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കുന്നത്? MRO അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കീഴിലാണ് സൂക്ഷിക്കുക. അവരുടെ കീഴിൽ ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരിക്കും ഇതിന്റെ കസ്റ്റഡി അവരുടെ കീഴിലായിരുന്നു. അത് അവർക്ക് വളരെ സേഫ് ആയിട്ട് വളരെ സുരക്ഷിതമായിട്ട് ഉത്തരവാദിത്തത്തോടുകൂടി അവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ മെഡിക്കോ ലീഗൽ കേസസ് എല്ലാം നമ്മളൊരു ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് ഉടനെ ആ ഹോസ്പിറ്റലുകാരെ എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മുഖേന ആരെ അറിയിക്കണം? പോലീസിനെ അറിയിച്ച് ഈ മെഡിക്കോ ലീഗൽ റിപ്പോർട്ടുകൾ പൂർണ്ണമാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. വേഗം വായിച്ചു നോക്കിയ മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ലാസ്റ്റ് പോയിന്റോ? ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞു, these have to be kept under safe custody of responsible officer in the medical record department. നമ്മൾ പറഞ്ഞില്ലേ MRO, അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ഓഫീസർ ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ. ഏത് ഓഫീസർ ആണോ അവരായിരിക്കണം ഇത് എന്ത് ചെയ്യേണ്ടത്? വളരെ സേഫ് ആയിട്ട് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടത് എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അടുത്തത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, റിലീസ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല, അല്ലെ? അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാല്? രഹസ്യ സ്വഭാവം, അല്ലെ? ആ ഓരോ ഡോക്യുമെന്റ്സിനും അതിൻ്റെതായ ഒരു രഹസ്യ സ്വഭാവം ഉണ്ട്, അല്ലെ? പേഷ്യൻസിന്റെ റെക്കോർഡ് ആവുമ്പോൾ പ്രധാനമായിട്ടും അവരുടേതായ ഡിസീസുകൾ, അവരുടെ ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് മെത്തേഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ
റെക്കോർഡുകൾക്കും ഒരു കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. The medical record and health information, whether in oral form or written documentation relating to any identified patient is confidential. അതായത് ഇപ്പോ ഒരു ഹെൽത്ത് മെഡിക്കൽ റെക്കോർഡുകൾ അതുപോലെ ഹെൽത്ത് ഇൻഫർമേഷൻസ് അപ്പൊ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഒരു ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡുകളാവാം ഹെൽത്ത് ഇൻഫർമേഷൻസ് ആവാം. അപ്പൊ ഒരു ഓറൽ ഫോമില് നമ്മുടെ വാക്കാലുള്ളതോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് രീതിയിലുള്ളതോ ആയിക്കോട്ടെ, ഇതെല്ലാത്തിനും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കും. അതങ്ങനെ പബ്ലിക് ആയിട്ട് നമുക്ക് അങ്ങനെ റിവീൽ ചെയ്യാനോ റിലീസ് ചെയ്യാനോ പാടില്ല. Accordingly, computer stored data, information obtainable either in the form of medical records, disease and operation indexes, photographs, microfilms, videotapes, audio tapes, or other devices used for this purpose should be treated as confidential document. അപ്പൊ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഇപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ എന്ന ഉദ്ദേശത്തിന് വേണ്ടി ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡോക്യുമെന്റ്സ് സ്റ്റോർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാറുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മുടെ ഇൻഫർമേഷൻസ് പല രൂപങ്ങളിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കാറുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. മെഡിക്കൽ റെക്കോർഡുകൾ എന്ന രൂപേണ വെക്കാറുണ്ട്. ഡിസീസ് ആൻഡ് ഓപ്പറേറ്റീവ് ഇൻഡെക്സ് അതെ, ഇത് മറ്റേ മെഡിക്കൽ ലീഗൽ കേസിന്റെ കാര്യം മാത്രമല്ലാണ്ട് പറയുന്നത്, ഇതെല്ലാ ഡോക്യുമെന്റ്സിന്റെയും കാര്യമാണ് പറയുന്നത്, എല്ലാ മെഡിക്കൽ റെക്കോർഡുകളുടെയും കാര്യമാണ് പറയുന്നത് കേട്ടോ. കാരണം ഇവിടെ അതിന്ന് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു മെഡിക്കോ ലീഗൽ മാത്രമാണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു മെഡിക്കോ ലീഗൽ കേസിന്റെ രജിസ്ട്രേഷൻ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടത് ഇതെല്ലാ മെഡിക്കൽ റെക്കോർഡുകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, കോൺഫിഡൻഷ്യൽ ആണ് വളരെ. ഇപ്പൊ ഏതൊരു മെഡിക്കൽ റെക്കോർഡാണെങ്കിലും അങ്ങനെയല്ലേ, നമ്മൾ ആ പേഷ്യൻസ് വളരെ അത്യാവശ്യമായിട്ടുള്ള റീസൺസ് പറഞ്ഞ് ചോദിച്ചാൽ മാത്രമേ ഇത് നമുക്ക് തരുള്ളൂ. അല്ലാതെ വേറൊരു വ്യക്തി ചെന്ന് ചോദിച്ചാലും നമുക്കത് അവര് ഹാൻഡ് ഓവർ ചെയ്യില്ല. ഇവൻ അവിടുത്തെ ജീവനക്കാരാണെങ്കിൽ പോലും അവർ കൊടുക്കില്ല. അപ്പൊ അതൊരു രഹസ്യം എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാ മെഡിക്കൽ റെക്കോർഡുകൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ നോക്കി ഇവിടെ ഇങ്ങനെ ഒരു കോൺഫിഡൻഷ്യൽ, ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസ് പല രീതിയിൽ സ്റ്റോർ ചെയ്യാറുണ്ട്, അല്ലാതെ മെഡിക്കൽ റെക്കോർഡ് രൂപേണ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഡിസീസ് ആൻഡ് ഓപ്പറേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേഷ്യന്റിന്റെ റെക്കോർഡാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട ആ പേഷ്യൻസിന്റെ രോഗം എന്താണ്, അവരുടെ കണ്ടീഷൻ എന്താണ്, നിലവിൽ അവരുടെ നിലവിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട അവരുടെ ഡിസീസ് അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻസ് മുതലായ കാര്യങ്ങളെ കുറിച്ച് വിവരിക്കുന്നതാണ് ആ ഒരു ഡിസീസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താ, അവർക്ക് എന്തൊക്കെ സർജറീസ് അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നൽകിയത്, അതെല്ലാമാണ് അതിൽ പറയുക. അപ്പൊ അങ്ങനെയുള്ള പല പല റെക്കോർഡുകൾ അല്ലെങ്കിൽ ഇൻഡെക്സുകളൊക്കെ നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെയൊക്കെ അവരുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പല ഫോട്ടോഗ്രാഫുകളിലൂടെ വെക്കുന്നുണ്ട്, മൈക്രോ ഫിലിംസിലൂടെ വെക്കുന്നുണ്ട്, വീഡിയോ ടേപ്പുകളിലൂടെ, ഓഡിയോ ടേപ്പുകളിലൂടെ, മറ്റ് ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, അതായത് അവരുടെ മെഡിക്കൽ റെക്കോർഡുകളും ഹെൽത്ത് ഇൻഫർമേഷൻസും ഒക്കെ സുരക്ഷിതമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ഉദ്ദേശം നേടിയെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു ഡോക്യുമെന്റും ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരുടേത് കോൺഫിഡൻഷ്യൽ ആണ് അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ളവയാണ്. അപ്പൊ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഏതൊരു റെക്കോർഡും നമുക്ക് അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രകാശനം ചെയ്ത് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ക്ലിയർ ആണോ? പാരഗ്രാഫ് ക്ലിയർ ആയോ, മനസ്സിലായോ? ഓക്കെ. So, authorized staff are permitted to deal with such information. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അനുവാദം എന്ന് പറയുന്നത് അംഗീകൃതമായിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമായിരിക്കും. അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള എല്ലാ ജീവനക്കാർക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഡീൽ ചെയ്യാൻ ഇതുമായിട്ടുള്ള കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള അംഗീകൃതമായിട്ടുള്ള ജീവനക്കാർക്ക് ഓതറൈസ്ഡ് സ്റ്റാഫിന് മാത്രമേ ഇതിനുള്ള അനുവാദം നൽകുന്നുള്ളൂ. ഇനി ആരാണ് ഓതറൈസ്ഡ് സ്റ്റാഫ്, ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ഇതിനുള്ള അംഗീകാരമുള്ളത്? The authorized staff are those who are looking after the patients. പേഷ്യൻസിന് പരിചരണം, രോഗിയെ നോക്കുന്ന ആളുകൾ, നോർമലി ഇൻക്ലൂഡിങ് മെഡിക്കൽ, നഴ്സിംഗ് ആണ് പാരാമെഡിക്കൽ ജീവനക്കാർ അല്ലെ, മെഡിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് പരമായിട്ട് പാരാമെഡിക്കൽ പേഴ്സണൽസ് ഇവരൊക്കെയാണ്. അപ്പൊ അവരൊക്കെ രോഗിയെ നോക്കുന്ന ആളുകളല്ലേ, നോക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് വിരുദ്ധമായിട്ടുള്ള സ്റ്റാഫുകൾ. അതുപോലെ തന്നെ സ്റ്റാഫ് ഓഫ് ദ MRD, മെഡിക്കൽ
റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ ആരും കൂടി വരുന്നുണ്ട്, ആ പേഷ്യൻസിനെ നോക്കുന്ന മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ജീവനക്കാരും ഇതില് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അംഗീകൃതമായിട്ടുള്ള ഓതറൈസ്ഡ് സ്റ്റാഫുകൾ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ലഭ്യമാക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് അംഗീകൃതമായിട്ടുള്ള വ്യക്തികളാണ് ആരൊക്കെ എന്ന് പറയുന്നത്. ഇവർക്കാണ് അതിനുള്ള അനുവാദമുള്ളത്. ആരൊക്കെയാണ്? ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യന്റിനെ നോക്കുന്ന മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പേഴ്സണൽസ് അല്ലെങ്കിൽ എംപ്ലോയീസിനോ അതുപോലെ തന്നെ MRB ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്കുമായിരിക്കും അതിനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഈ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്താന്നൊക്കെ പറയാം. ഓതറൈസ്ഡ് സ്റ്റാഫുകളിൽ വരുന്ന ആരൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. കേട്ടോ, ഓതറൈസ്ഡ് സ്റ്റാഫുകളിൽ വരുന്നത് ആരൊക്കെയാണ്, ആർക്കാണ് ഇതിനുള്ള അനുവാദമുള്ളത്, അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. അടുത്തത് പറയുന്നത് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ റിലീസ് ചെയ്ത് അത് ഏതൊക്കെ കണ്ടീഷനിൽ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും അല്ലെ. നമുക്ക് അങ്ങനെ എല്ലാ കണ്ടീഷനിലും കൊടുക്കാൻ പറ്റില്ലല്ലോ, ചില പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ ആണ് കണ്ടീഷൻസ്. എന്തൊക്കെയായിരിക്കാം? ഇഞ്ചുറി, എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാൽ. ആൻഡ് പോയിസണിങ്. എന്താണ് പോയിസണിങ്? വിഷബാധയൊക്കെ. ഏതാണെന്നും കൂടി പറയേണ്ടത്? ഫസ്റ്റ് ഭാഗമാണോ? ഓക്കെ. അപ്പൊ നോക്കിയ റിലീസ് ഓഫ് ഇൻഫർമേഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുക്കി മിസ് പറയാം കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവം. അപ്പൊ ഈ ഒരു മെഡിക്കൽ റെക്കോർഡുകൾ ആയിക്കോട്ടെ, ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട അവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആണ്. ഒരു പൊതുവായിട്ട് ഒരു രഹസ്യ സ്വഭാവം അതിനുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കാതെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് സേഫ് ആയിട്ടൊക്കെ വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് പലതരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡുകൾ കാര്യങ്ങൾ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം. അപ്പൊ അത് ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ആവാം, അല്ലെങ്കിൽ അല്ലാത്ത മെഡിക്കൽ റെക്കോർഡ് പോലെയുള്ള റെക്കോർഡുകൾ പേഷ്യൻസിന്റെ റെക്കോർഡുകളായിട്ടാവാം. അപ്പൊ അത് ഡിസീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട അവരുടെ ഡിസീസ് അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻസ് മുതലായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നവയാവാം. ഓപ്പറേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇത്രയും നാളായിട്ട് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർ കടന്നു പോയിട്ടുള്ള എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ സർജറീസ് ആണ് അവർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറിലൂടെയാണ് അവർ കടന്നു പോയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റെക്കോർഡുകളാണ് ഓപ്പറേഷൻ ഇൻഡെക്സ് എന്ന് പറയുക. അപ്പൊ ഇത് അതുപോലെ അവരുടെ എന്താണ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫി രൂപേണ ഉണ്ടാവും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാറുണ്ട്, മൈക്രോ ഫിലിംസ് രൂപേണ സ്റ്റോർ ചെയ്യാറുണ്ട്, വീഡിയോ ടേപ്സ്, ഓഡിയോ ടേപ്പ് അല്ലെങ്കിൽ മറ്റു ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും വളരെ കോൺഫിഡൻഷ്യൽ ആണ്. ഈ ഡോക്യുമെന്റ്സ് ഒരു കാരണവശാലും മറ്റുള്ള അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അനുമതിയില്ലാത്ത വ്യക്തികൾക്ക് കൈമാറാൻ പാടില്ല. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് കൈമാറാൻ പറ്റുന്ന അനുവാദമുള്ള കുറച്ച് വ്യക്തികളുണ്ട്. അതാണ് അനുവാദമുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ആ ഓതറൈസ്ഡ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അത് ആ പേഷ്യന്റിനെ നോക്കുന്ന മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാര് വരുന്നുണ്ട്. അതുകൂടാതെ MRB ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾക്കും ഇതിനുള്ള അനുവാദം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ എങ്ങനെ ആർക്കൊക്കെ റിലീസ് ചെയ്യാം അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ കണ്ടീഷൻ ഉള്ളപ്പോഴാണ്. അതായത് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാൽ, ഇഞ്ചുറീസ്, പോയിസണിങ്, വിഷബാധ, അല്ലെ, അബോർഷൻസ് നടത്തുക അല്ലെ ഗർഭചിത്രം നടത്തുക, ഒരു കേസസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്സ്, എന്തെങ്കിലും ആക്സിഡന്റുകളോ സൂയിസൈഡുകൾ അല്ലെ ആത്മഹത്യകൾ നടത്താം, അല്ലെങ്കിൽ ഹോമിസൈഡ് എന്ന് പറയുന്ന എന്താ ഹോമിസൈഡ്സ്, കൊലപാതകങ്ങൾ അല്ലെ. അതിനുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ഹൗ ടു ഇന്റിമേറ്റ് ദ പോലീസ് ഓർ അതർ ലീഗൽ അതോറിറ്റി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരാമെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു സൂയിസൈഡ് കണ്ടീഷൻ വന്നു, ഒരു ഹോമിസൈഡ് അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു, ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ ഒരു അബോർഷൻസ് നടന്നു. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ലീഗൽ അതോറിറ്റി അല്ലെങ്കിൽ പോലീസിനെ നമ്മൾ അറിയിച്ചിരിക്കണം. അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ലേ? ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻ നമ്മൾ അവർക്ക് കൈമാറേണ്ടതായിട്ട് വരില്ലേ? വരുമോ?
വരും. അപ്പൊ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ എല്ലാവർക്കും കൊടുക്കില്ല, ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വരുമ്പോ നമ്മളത് കൊടുക്കേണ്ടതായിട്ട് വരും. നിയമപരമായിട്ടുള്ള വശങ്ങളാകുമ്പോൾ അത് കൊടുക്കണം. അപ്പൊ ആ ഒരു പോലീസിന് അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റികൾക്ക് ഈ പറയുന്ന ഒരു ഇഞ്ചുറി വന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാവാം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത പേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യമാവാം, അവരുടെ ആ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തത് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്. എന്താണ്? പകരുന്ന രോഗങ്ങൾ അല്ലെ, പകർച്ചവ്യാധികൾ. ഈ പകരുന്ന രോഗങ്ങളുണ്ട് അല്ലെ, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചാലോ? കൊറോണ അല്ലെ, ഇതൊക്കെ പഠിച്ചതല്ലേ നമ്മള്. അപ്പൊ ഡിസീസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. ഈ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിസീസുകൾ വരുമ്പോ അതിന്റെ കേസസും നമ്മള് ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള അറിവുകൾ കിട്ടാനും അതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും എന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഉടനെ നമ്മുടെ ഈ ഇൻഫർമേഷൻ കൈമാറിയേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചില കണ്ടീഷനിൽ നമ്മൾ ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ തരില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ട്രാൻസ്മിറ്റബിൾ ഡിസീസ് ആണ് രണ്ടാമത്തെ ഒരു കേസ്. മൂന്നാമത്തത് ഇവന്റ്സ് ദാറ്റ് ബർത്ത്, ഡെത്ത്, ഫീറ്റൽ ഡെത്ത് ഹാവ് ടു ബി റിപ്പോർട്ടഡ് ടു സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസ് either directly or through members of the family. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാല് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഹോസ്പിറ്റലിൽ നിന്നൊരു പേപ്പർ വാങ്ങി നമ്മൾ കൊണ്ടു കൊടുക്കാറില്ലേ, അപ്ലൈ ചെയ്യാറില്ലേ ബർത്ത് സർട്ടിഫിക്കറ്റിന്, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടാറില്ലേ? അതെ. അപ്പൊ അത് തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായി, ഹോസ്പിറ്റലില് ഒരു ബർത്ത് നടന്നു, അല്ലെങ്കിൽ ഒരു മരണം നടന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ശിശു മരണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച ഉടനെ എന്ത് ചെയ്യാറുണ്ട്? മരണപ്പെടാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീറ്റൽ ഡെത്തുകൾ. അപ്പൊ അങ്ങനെയുള്ള ഭ്രൂണാവസ്ഥയിൽ മരണപ്പെടുന്നതോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവന്റ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ നടന്നാല് അത് ആ ഹോസ്പിറ്റലുകാർ നേരിട്ടോ അല്ലെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സ് മുഖേന, ചിലപ്പോൾ ഹോസ്പിറ്റൽ ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ തന്നെയാണ് അക്ഷയ മുഖേനയൊക്കെ പോയി രജിസ്റ്റർ ചെയ്യാറ് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നല്ലാതെ ഹോസ്പിറ്റലുകാർ എന്നുള്ള ഇൻഫർമേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതുകൂടാതെ നമ്മളാണ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാറൊക്കെ. അപ്പൊ ഹോസ്പിറ്റൽ മുഖേനയും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിലെ മെമ്പേഴ്സ് മുഖേന നമ്മൾ ഈ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റികളിൽ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോഴും ഈ കുഞ്ഞിന്റെ ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ ഈ വ്യക്തി മരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻഫർമേഷൻ നൽകേണ്ടതായിട്ട് വരില്ലേ? ഒരാൾ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു, കാരണവും കാര്യങ്ങളും ഒക്കെ എവിടെ, എത്ര സമയത്ത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതും ഒരു കണ്ടീഷനാണ്. നാലാമത്തത് ഒരു കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണം എന്ന് വിചാരിച്ച് ദ ഹോസ്പിറ്റൽ, കോർട്ട് ഓർഡർ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടോട്ടോ, അത് ഒരു ടേം ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോർട്ട് ഓർഡർ. ദ ഹോസ്പിറ്റൽ ഓൾസോ മസ്റ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ റെസ്പോൺസ് ടു എ കോർട്ട് ഓർഡർ. ഇത് എന്തെങ്കിലുമൊക്കെ കേസുകൾ വന്നാൽ, അതായത് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ കേസുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ചില ഇൻഫർമേഷൻസ് നൽകാൻ വേണ്ടിയിട്ട് കോർട്ട് ഓർഡറുകൾ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോടതി ഉത്തരവിന്റെ മറുപടിയായിട്ട് ഈ ആശുപത്രിക്കാര് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അപ്പൊ ഈ 4 കണ്ടീഷനുകളിലാണ് ഹോസ്പിറ്റല് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരിക. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? 4 കണ്ടീഷൻസ് ഇനി പറയണോ? അടുത്തതാണ് കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡിന്റെ കണ്ടന്റ്സ്, ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ ഉള്ളടക്കങ്ങളാണ് അല്ലെങ്കിൽ കണ്ടന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. അത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡേറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡേറ്റാസ് ആയിരിക്കും? അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് എന്നാണ് കേട്ടോ അവിടെ. നിങ്ങളുടെ എങ്ങനെയാണ് കിടക്കുന്നത്? എങ്ങനെയാണോ കിടക്കുന്നത്? ഡിസ്ചാർജ് റെക്കോർഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതൊന്ന് ശരിയാക്കാണ് കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്യണേ. അഡ്മിഷൻ ഓൺ ഡിസ്ചാർജ് റെക്കോർഡ്, അത് ഓരോന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. നോക്കിയേ, റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ്. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇതിലില്ലാത്തുള്ളൂ. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, കൺസേൺ ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് കേട്ടോ. കൺസേൺ ആണ് ഇവിടെ. കൺസേൺ, സമ്മതം നമ്മൾ ചോദിക്കാറില്ലേ? കൺസേൺ, അത് ആ കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഹെഡിങ് കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ, concern of release of information. Then special concerns. അത് ഓക്കെ ആണ്. അപ്പൊ ഇത്രയും ഒന്ന് തിരുത്തിയേക്കണേ.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞാണ് അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തത് അറ്റസ്റ്റേഷൻ. അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ് നമുക്ക് അറിയാമല്ലോ, അഡ്മിഷനുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡേറ്റാസ് കളക്ട് ചെയ്യുക, അത് തന്നെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പോയിന്റ്സ് നമ്മൾ താഴെ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മിസ് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ആര് എഴുതുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ആരായിരിക്കാം? അറ്റസ്റ്റ് ചെയ്യുക എവിടെ ഉദ്ദേശിക്കുന്നത്? അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സാധാരണ നമ്മൾ പോയി അറ്റസ്റ്റ് ചെയ്യുന്ന രീതിയല്ല. ഇവിടെ പേഷ്യന്റിന് ഒരു ഡോക്ടർ ഏത് ഡോക്ടറാണോ ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു, ആ പേഷ്യൻസ് അവരുടെ ഡ്യൂട്ടി അവർ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ സ്റ്റേറ്റ്മെന്റിൽ എഴുതി സൈൻ ചെയ്ത് വെക്കും. മനസ്സിലായി? അപ്പൊ ഏത് ഡോക്ടറാണോ ആ പേഷ്യന്റിനെ വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന പേഷ്യന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ ആ പേഷ്യന്റിന് അവരുടെ ഡ്യൂട്ടി, അതായത് ആ ഒരു ഡ്യൂട്ടി പേഷ്യന്റിനോട് അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അവർ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അതങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ അവർ പെർഫോം ചെയ്തു, പേഷ്യന്റിന്റെ ഡ്യൂട്ടിയും പേഷ്യൻസിന് കൊടുക്കേണ്ട ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങൾ അവര് പെർഫോം ചെയ്തു എന്ന് അവര് ദിവസവും അവർ എഴുതി സൈൻ ചെയ്യുന്നു ഡോക്ടേഴ്സ്. അപ്പൊ അതാണ് അറ്റസ്റ്റേഷൻ റെക്കോർഡുകൾ. അതുപോലെ തന്നെ ഇപ്പൊ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യകതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതും എന്തിൽ വരുന്നതാണ്? ഈ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. അപ്പൊ അതാണ് ഡോക്ടർ അല്ലെങ്കിൽ അവരെ നോക്കുന്ന ഫിസിഷ്യന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? രജിസ്റ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് നിർത്തേണ്ടതായിട്ട് വരും. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് കുറെ വ്യവസ്ഥകളുണ്ട് ഇല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിൽ കുറെ നിബന്ധനകള് വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറില്ലേ? ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറെ നിർദ്ദേശങ്ങൾ പോലെ എഴുതാറില്ലേ? അതാണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുറെ വ്യവസ്ഥകള് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള ഒപ്പിട്ട് നമ്മൾ സമ്മതം കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ അതാണ് ആ ഒരു അഡ്മിഷന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ. കൺസേൺ ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ പുറത്തുവിടണമെങ്കിൽ അവരിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമ്മൾ അത് അനുവാദം വാങ്ങും അല്ലെ? അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കാര്യങ്ങളുണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതുപോലെ സ്പെഷ്യൽ കൺസേൺസ്, എന്തെങ്കിലും പുതിയതായിട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങണമെങ്കിൽ പ്രത്യേകമായിട്ട് അവരിൽ നിന്ന് കൺസേൺസ് അല്ലെങ്കിൽ സമ്മതമൊക്കെ വാങ്ങിച്ചിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ഉള്ളടക്കമായിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ഇത് ഓരോന്നും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒന്നാമത്തേതാണ് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ്. അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളില് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡേറ്റാസ് ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു തിരിച്ചറിയണം അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ഇന്ന വ്യക്തിയുടെയാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷന് വേണ്ടിയുള്ള ഡേറ്റാസ് ഉണ്ടായിരിക്കും. അത് അവരുടെ നെയിം, അവരുടെ അഡ്രസ്, ഫോൺ നമ്പർ, അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഫിനാൻഷ്യൽ ഡേറ്റ, അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടാകുമ്പോൾ അവരുടെ ചിലപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ ഫീയും കാര്യങ്ങളും അവർ അടച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ അഡ്വാൻസ് പേയ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡേറ്റാസ് ഉണ്ടാവും. ഇനി ഡിസ്ചാർജ് ആവുമ്പോൾ ആ ഡിസ്ചാർജുമായി വരെയുള്ള അവരുടെ ഡേറ്റാസും ഇൻഫർമേഷൻസ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഡേറ്റാസ് എന്തൊക്കെയാണ്, അതിലെല്ലാ ബില്ലുകളും കംപ്ലീറ്റ് ആക്കിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ടാവും. ആ ഡേറ്റ ആർ കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ കിട്ടിയ സമയത്ത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡേറ്റാസ് അവര് കളക്ട് ചെയ്യില്ലേ? പേഴ്സണൽ ഇൻഫർമേഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങള് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. contains identification sheet. ആ ഒരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഷീറ്റുകൾ അതിലുണ്ടാവും. അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സമ്മറി ഷീറ്റുകൾ, ഇപ്പൊ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ സമ്മറി ഷീറ്റുകൾ തയ്യാറാക്കും. അവരുടെ ആ ഒരു സമ്മറി, ഡിസ്ചാർജ് സമ്മറി ഷീറ്റുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഓഫ് ഫേസ് ഷീറ്റ്, എന്താ അവരുടെ പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ടിരിക്കുന്ന
ഫേസ് ഷീറ്റുകൾ അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ഷീറ്റുകൾ, ഇതൊക്കെ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാവും, അഡ്മിഷന്റെ സമയത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാവും, അതുപോലെ ഐഡന്റിഫിക്കേഷൻ ഷീറ്റുകൾ ഉണ്ടാവും, അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡുമായി ബന്ധപ്പെട്ട ഷീറ്റുകൾ കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ട ഷീറ്റുകൾ അല്ലെങ്കിൽ ഫേസ് ഷീറ്റുകളിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററിക്ക് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡിൽ ഉണ്ടാവുന്നതായിരിക്കും. രണ്ടാമത് പറയുന്നത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിവിടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ചെയ്യുന്നത് അവരെ പെർഫോം ചെയ്യുന്ന ആരാണ്? ഫിസിഷ്യൻ ആണ് ഈ അറ്റസ്റ്റേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ആരെയാണ്? ആ പേഷ്യൻസിന് വേണ്ടി അവർ എന്ത് ഡ്യൂട്ടീസ് ആണ് പെർഫോം ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് അവര് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന് ഈ ഫിസിഷ്യൻ എന്ത് ചെയ്യണം? എഴുതി അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ എഴുതി സൈൻ ചെയ്തിരിക്കുന്നതാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് അല്ലെങ്കിൽ വ്യവസ്ഥകളുണ്ട്. ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ ഒരു അഡ്മിഷൻ ഫോം വാങ്ങുന്ന സമയത്ത് ദ ബാക്ക് ഓഫ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഷീറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ. അതായത് ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഷീറ്റുകളുടെ ബാക്ക് സൈഡില് കുറച്ച് വ്യവസ്ഥകൾ, അതായത് അവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ പ്രവേശനം നടത്തുന്നതിന് വേണ്ടി കുറച്ച് വ്യവസ്ഥകൾ ഉണ്ടാവും. ആ ഒരു വ്യവസ്ഥകൾക്കായിട്ട് നമ്മളുടെ ആ ഒരു കണ്ടീഷൻസും ഉപയോഗിക്കാറുണ്ട്. ആ ഒരു ബാക്ക് സൈഡിലാണ് ആ വ്യവസ്ഥകൾ കൊടുത്തിരിക്കുക. കണ്ടു കാണുമല്ലോ, നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ആ ഫില്ല് ചെയ്യേണ്ട ഫോമും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ബാക്ക് സൈഡിലായിരിക്കും ഈ ഒരു കണ്ടീഷൻസ്. ഈ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ഇന്ന വ്യവസ്ഥകളോട് കൂടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇറ്റ് ഷോ ദ പേഷ്യൻസ് എഗ്രി ടു റിസീവ് റൊട്ടീൻ കെയർ. സാധാരണയുള്ള പരിചരണം ഇവർക്ക് റിസീവ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു പരിചരണം സ്വീകരിക്കാനായിട്ട് രോഗി സമ്മതിക്കുക എന്നതാണ് ഇതിലൂടെ പറയുന്നത്, അല്ലെ? രോഗിക്ക് അത് സമ്മതിച്ചാൽ മാത്രമേ അവർ അവിടെ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പോവാം, അല്ലെ? ആ ഒരു കൺസേൺ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ വ്യവസ്ഥകൾ ബാധകമാക്കി ആ വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് ആ രോഗി ഇവിടെ നിന്നുകൊണ്ട് അവരിവിടുത്തെ സാധാരണ പരിചരണങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ് ശരിക്കും അതിൽ സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ പോകുമ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലേ? അഡ്മിഷൻ ഷീറ്റിന്റെ പുറകിലുള്ള വ്യവസ്ഥകള് നമ്മളത് വായിക്കാനും കൂടി ഇല്ല, അല്ലെ? വായിക്കാറുണ്ടോ എല്ലാവരും? വായിച്ചിട്ടാണോ സൈൻ ചെയ്ത് കൊടുക്കുന്നത്? ആണോ? വായിക്കാറുണ്ടാവില്ല. നമ്മൾ ഓൾമോസ്റ്റ് വായിക്കാറുണ്ടാവില്ല, അല്ലെ? നമ്മൾ ജസ്റ്റ് ആ ഒരു ഫ്രണ്ട് ഷീറ്റിലുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഫോം ഫില്ല് ചെയ്യും, സൈൻ ചെയ്യണത് എവിടെയൊക്കെയാണ് അവിടെ സൈൻ ചെയ്തങ്ങ് കൊടുക്കും, അല്ലെ? അവര് പറയുന്ന വ്യവസ്ഥകളെല്ലാം വായിച്ച് മനസ്സിലാക്കിയാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ പ്രവേശനം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതെങ്ങനെയാണ്? ഈ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടാണ്, അല്ലെ? അപ്പൊ അതിനുവേണ്ടിയാണ് ഓൾറെഡി ഓരോ കണ്ടീഷൻസ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ cannot guarantee the outcome. ഹോസ്പിറ്റലിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ഉറപ്പു നൽകാൻ സാധിക്കോ? ആശുപത്രിക്ക് കഴിയില്ല, അല്ലെ? ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എപ്പോ വേണമെങ്കിലും വ്യത്യാസം വരാം. അപ്പൊ ഈ ഇവിടുന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് നമുക്കൊരു ഫലപ്രാപ്തിയിൽ എത്തിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫലം ഉണ്ടാകുമെന്ന് ഒരു കാരണവശാലും ആ ആശുപത്രിക്ക് ഉറപ്പ് നൽകാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പൊ ആ ഉറപ്പ് നൽകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ വ്യവസ്ഥകൾ വിൽക്കുന്നത് പോലെ. അപ്പൊ അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ വ്യവസ്ഥകൾ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഉറപ്പില്ലാത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ച് സമ്മതമൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നുണ്ട് ഇവരെ ആ ഒരു കാര്യങ്ങൾ ബാധിക്കാതെ ഇരിക്കും. Then it is the duty of the admission clerk to describe to the patient the contents of this form and its purpose. ഇനി എന്താ? ഈ ഒരു ഫോമിനുള്ളിലെ അതിന്റെ കണ്ടന്റ്സ് അല്ലെങ്കിൽ ഉള്ളടക്കങ്ങള്, അതിന്റെ ഈ ഒരു ഫോമിന്റെ പ്രധാന ഉദ്ദേശ്യം മുതലായ കാര്യങ്ങളൊക്കെ ആ പേഷ്യന്റിന് ആര് പറഞ്ഞു തരണം എന്നാ പറയുന്നത്? ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു അഡ്മിഷൻ ക്ലർക്ക് ഇത് എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ വിവരിച്ച് തരേണ്ടതാണ്. തരാറുണ്ടോ?
ഒരു അഡ്മിഷൻ ക്ലർക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോമിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, വിവരിച്ച് തരേണ്ടതാണ്. അപ്പൊ അതിനുള്ള കണ്ടന്റ് എന്തൊക്കെയാണ്, അത് ഈ ഫോമിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നൊക്കെ ആര് നമുക്ക് വിവരിച്ച് തരണം? ഒരു അഡ്മിഷൻ ക്ലർക്ക് ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ ചുമതലയാണ് ഇത് നമുക്ക് വിവരിച്ച് തരാന്നുള്ളത്. അപ്പൊ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രവേശനം, നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ പരിചരണത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ കുറച്ച് വ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ടാവും. അതാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഫോമിന്റെ ബാക്ക് സൈഡിലായിരിക്കും ആ കണ്ടീഷൻസ് അല്ലെങ്കിൽ വ്യവസ്ഥകൾ കാണുക. അപ്പൊ അത് ആ ഒരു വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വ്യവസ്ഥകൾക്കനുസൃതമായി നമ്മൾ ആ ഹോസ്പിറ്റലിലെ പരിചരണം സ്വീകരിക്കാൻ തയ്യാറാണ് എന്നതാണ്. മൂന്നാമത് പറയുന്നത് ഹോസ്പിറ്റലിന് നമുക്ക് ഒരിക്കലും ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, ഏതൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴോ അതിന്റെ ഫലം അവർക്ക് ഉറപ്പിച്ച് അല്ലെങ്കിൽ ഫലം നമുക്ക് ഉറപ്പ് നൽകാനായിട്ട് ആ ഒരു ആശുപത്രിക്ക് സാധിക്കില്ല. ശരിയാണോ, ഓക്കെ ആണോ എന്നൊക്കെ പറയാനല്ലാതെ ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട്, കാരണം ഓരോ പേഷ്യൻസിനെയും കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസമൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആ അഡ്മിഷൻ ക്ലർക്കിന്റെ ചുമതലയാണ് ഇത് വരുന്ന പേഷ്യൻസിനോട് ആ ഫോമിന്റെ ഉള്ളിലെ കണ്ടന്റ് എന്തൊക്കെയാണ്, ആ ഫോമിന്റെ പ്രധാന ഉദ്ദേശം എന്താണ് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണോ? അഡ്മിഷൻ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ മനസ്സിലായോ? ഓക്കെ. അടുത്തത് കൺസേൺ ഓഫ് റിലീസ് ഇൻഫർമേഷൻ. അപ്പൊ നമ്മുടെ ഈ റിലീസ് ഓഫ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കൺസേൺ ഉണ്ട് അല്ലെ, നമുക്ക് എന്താണ് ഒരു സമ്മതങ്ങൾ വേണം. അപ്പൊ പൊതുവായിട്ട് കുറച്ച് സമ്മതങ്ങൾ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾ, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ മറ്റുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് പെർമിറ്റ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ടു സ്പെസിഫിക്കലി നെയ്മഡ് ഓർഗനൈസേഷൻ കോപ്പീസ് ഓഫ് ദ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട കോപ്പികള് അല്ലെങ്കിൽ അതിന്റെ പകർപ്പുകള് ആ ഹോസ്പിറ്റലിൽ നിന്നും സ്പെസിഫിക്കലി നെയ്മഡ് ഓർഗനൈസേഷൻ, പ്രത്യേകമായിട്ട് പേര് നൽകിയിരിക്കുന്ന എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ആ പേഷ്യൻസിന് മറ്റു പരിചരണങ്ങൾ കൊടുക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധികാരമുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചോ ഒക്കെ ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യാനുള്ള അനുവാദമുണ്ട്? ഈ പറയുന്ന പേഷ്യൻസിന് മെഡിക്കൽ റെക്കോർഡുകളുടെ കോപ്പികൾ അല്ലെങ്കിൽ പകർപ്പുകൾ നൽകാൻ സാധിക്കും. ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് ഫോം. അതും എവിടെ എഴുതിയിട്ടുണ്ടാവും? ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്ക് സൈഡില് എന്തുണ്ടാവും? ആ ഒരു വ്യവസ്ഥ കൂടി പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ദ പേഷ്യന്റ് സിഗ്നേച്ചർ ഓൺ ദിസ് ഫോം പെർമിറ്റ് ദ ഹോസ്പിറ്റൽ ടു റിലീസ് മെഡിക്കൽ ഇൻഫർമേഷൻ കമ്പയർഡ് ഡ്യൂറിംഗ് ദ കറന്റ് എപ്പിസോഡ് ഓഫ് കെയർ. നിലവിൽ അവരവിടെ പരിചരണം എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കൂടി അവരുടെ ആ ഒരു കൃത്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഫർമേഷൻസ് ആ ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസില് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന എൻക്വയറീസിനനുസരിച്ച് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഇവരുടെ വിവരങ്ങൾ കൈമാറാം എന്ന ഒരു അനുവാദം കൂടി നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നേ? എവിടെ കൊടുക്കുന്നുണ്ട്? നമ്മള് എന്ത് ഫിൽ ചെയ്യുമ്പോ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് സൈൻ ചെയ്യുമ്പോ കൊടുക്കുന്നുണ്ട്? ഏത് സൈൻ ചെയ്യുമ്പോഴാണ്? അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോം സൈൻ ചെയ്യുമ്പോൾ. അഡ്മിഷൻ എടുക്കുന്ന സമയത്തും ഉണ്ട്, അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ സൈൻ ചെയ്ത് കൊടുക്കുന്നില്ലേ? അപ്പൊ അവിടെ ഇപ്പൊ ചില പേഷ്യൻസിന് ഇപ്പൊ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമായിരിക്കാം എന്തെങ്കിലുമൊക്കെ കേസസ് ഒക്കെ വരുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് വരുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള അനുവാദമുണ്ട്. അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് അവർ പരിചരണത്തിൽ ഇരിക്കുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ടാണോ ഒരു ഇൻക്വയറി വരുന്നതെങ്കിൽ അവർക്കും ഇൻഫർമേഷൻസ് അത്യാവശ്യമാണെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ സാധിക്കണം. പല കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ അപ്പൊ നമുക്ക് ഇവരോട് അനുവാദം വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി അഡ്മിഷൻ ഫോം അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്ക് സൈഡിൽ ഈ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി അവർ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ? പേഷ്യന്റ് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇവരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ചോദിക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ മിസ് പറയുന്നത്? ക്ലിയർ ആണോ? അപ്പൊ ഇത് മനസ്സിലായോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തെ? മനസ്സിലാവാത്തത് കൊണ്ടാണോ? ഒന്നുകൂടി പറയണം.
അപ്പൊ കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളുടെ പകർപ്പുകള് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഒരു മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ലീഗൽ അതോറിറ്റികൾക്ക് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇവരുടെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോർട്ട് ഓർഡറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ അത് കോടതിയിൽ സമർപ്പിക്കേണ്ടതായിട്ട് വരാം. അപ്പൊ ഹോസ്പിറ്റൽ അങ്ങനെ കൊടുക്കാനുള്ള അനുവാദം ഹോസ്പിറ്റലിലുണ്ട്. അങ്ങനെ അവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതൊരു പേഷ്യന്റിന്റെ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടതും കോൺഫിഡൻഷ്യൽ ആണ്, അങ്ങനെ അനധികൃതമായിട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കേസ് വന്നു, ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ഇവരോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ആ പേഷ്യന്റിന്റെ അനുവാദം വാങ്ങിച്ച് നമ്മൾ ചെയ്യാനിരിക്കുന്നതാണോ, അതോ സമയം ആദ്യമേ തന്നെ ഇവർ അഡ്മിഷൻ എടുക്കില്ലേ, അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു ഫോമിന്റെ ബാക്കിൽ ഈ വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യമായിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളിൽ, അതായത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരു മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട ഒരു ഇൻക്വയറി അവിടെ വരുവാണ്, ഇന്നൊരു പേഷ്യന്റ് അവരുടെ കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ഒരു മറ്റെന്തെങ്കിലും ഒരു ട്രാൻസ്മിറ്റബിൾ ഡിസീസുകളുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അങ്ങനെയുള്ളത് മറ്റേതൊരു സ്ഥാപനവും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഇവർക്ക് അത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ കൊടുക്കേണ്ടതായിട്ട് വരുമ്പോ ഓൾറെഡി ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പേഷ്യന്റിന്റെ അഡ്മിഷൻ സമയത്ത് ആ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് രണ്ടും ഉണ്ട് കേട്ടോ, അഡ്മിഷന്റെ ഫോമിലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോമിലോ ഒക്കെ അതിന്റെ ബാക്ക് സൈഡില് ഈ വ്യവസ്ഥകള് നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാറില്ല എന്നുള്ളൂ. അപ്പൊ അവർ നിർബന്ധമായിട്ടും ഇത് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവര് വായിച്ച് സൈൻ ചെയ്യുന്നത് പോലെയല്ലേ അത്. സൈൻ ചെയ്ത് കൊടുക്കുമ്പോ അല്ലെ ഈ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് സൈൻ ചെയ്യുക എന്നല്ലേ വിചാരിക്കാം. അപ്പൊ അവർ സൈൻ ചെയ്ത് ഓൾറെഡി ഇവർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇവരോട് അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഈ പേഷ്യന്റിനോട് നിങ്ങളുടെ ഈ പേഷ്യന്റ് റെക്കോർഡ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഞങ്ങൾ കൊടുത്തോട്ടെ, അതിന് സമ്മതമാണോ എന്ന് ഈ ഹോസ്പിറ്റലുകാർ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? കാരണം ഓൾറെഡി അഡ്മിഷൻ ഫോമില് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്ക് സൈഡിൽ ഇത് പിൻഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്ന് ഓൾറെഡി കൺസേൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഹോസ്പിറ്റലുകാർക്ക് ധൈര്യമാണ് അല്ലെ, അവർക്ക് സമ്മതം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫോമിന്റെ സൈഡില് ബാക്ക് സൈഡിൽ പേഷ്യന്റിന്റെ സിഗ്നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസ് ആ ഒരു പരിചരണം നടത്തുന്ന സമയത്തായിക്കോട്ടെ, അല്ലാതെ ഇപ്പൊ അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ ഇവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു രേഖകള് കൃത്യമായിട്ട് ആവശ്യമായ ഉള്ള ആളുകൾക്ക് വിതരണം ചെയ്യാം കേട്ടോ. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് മനസ്സിലാക്കിയായിരിക്കും സൈൻ ചെയ്യാന്നല്ലേ വിചാരിക്കുന്നേ. അപ്പൊ അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി പേഷ്യന്റിനോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. പലരും വായിക്കില്ല, വായിക്കാത്തതിനെ നമ്മളാണെങ്കിലും വായിക്കാറില്ല അല്ലെ. നമ്മൾ ജസ്റ്റ് അവിടെ ചെല്ലുന്നു, ആ ഫ്രണ്ടിലെ ആ ഒരു ഷീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, വേണ്ട സ്ഥലങ്ങളിൽ മാത്രം സൈൻ ചെയ്താണ് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വായിക്കാൻ നമ്മുടെ സമയം കണ്ടെത്താറില്ല. അടുത്തതാണ് സ്പെഷ്യൽ കൺസേൺസ്. സ്പെഷ്യൽ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ needed for any non-routine diagnostic therapeutic procedures done on the patient. അപ്പൊ പേഷ്യന്റിന് നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇപ്പൊ ഒരു സർജറി ചെയ്യണം, പുതിയതായിട്ടൊരു സർജറി ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം. അപ്പൊ അത് നോൺ റൊട്ടീൻ ആണ്, സാധാരണയായി ചെയ്യുന്ന രോഗനിർണയമോ ചികിത്സാപരമായ ഒരു പ്രൊസീജിയർ അല്ല അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർ പ്രത്യേകമായിട്ട് നമ്മളിൽ നിന്ന് സമ്മതം വാങ്ങാറില്ലേ? വാങ്ങാറുണ്ടോ? ഒരു സർജറി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനു മുൻപ് പേഷ്യന്റിൽ നിന്ന് സമ്മതം വാങ്ങാറുണ്ട് അല്ലെ. അതാണ് സ്പെഷ്യൽ കൺസേൺ എന്ന് പറയുന്നത്. അവരിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള സമ്മതങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. റിട്ടൺ പ്രൂഫ് ദാറ്റ് ദ പേഷ്യന്റ് അഗ്രീസ് ടു ദ പ്രൊസീജിയർ റെക്കോർഡഡ് ഓൺ ദ ഫോം. ഈ ഫോമിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ആ പ്രൊസീജിയറുമായിട്ട് ആ പേഷ്യന്റ് സമ്മതം നൽകുകയാണ് ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. ആ പേഷ്യന്റ് ആ ഫോമിൽ എഴുതിയിരിക്കുന്ന ആ പ്രൊസീജിയർ ചെയ്യാനായിട്ട് പേഷ്യന്റ് സമ്മതം നൽകി എന്നുള്ളൊരു റിട്ടൺ പ്രൂഫ് അല്ലെങ്കിൽ ഒരു എഴുതി വെച്ചിട്ടുള്ള തെളിവായിട്ട് നമുക്ക് ഈ ഒരു കൺസേൺ ലെറ്റർ എന്ത് ചെയ്യാൻ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ലേ? ഇപ്പൊ ഒരു സർജറി ചെയ്തു, അതുമായി ബന്ധപ്പെട്ട അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ അത് ആ ഹോസ്പിറ്റലിനെ ബാധിക്കുമോ?
ബാധിക്കോ? അവരെന്തുകൊണ്ട് അവർ പറയുന്നത് പേഷ്യന്റിന്റെ സമ്മതപ്രകാരം കണ്ടീഷൻസ് അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി അവരോട് അതിന്റെ റിസ്ക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ സമ്മതം കൂടിയതുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിന് അതൊരു ബാധകമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വന്നാൽ അതൊരു തെളിവായിട്ട് ഇവർക്ക് ഇത് എന്ത് ചെയ്യാം? ഈ ലെറ്റർ കൺസേൺ ലെറ്റർ, ഈ സമ്മതപത്രം കാണിക്കാവുന്നതാണ്. മൂന്നാമത് പറയുന്നത് കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ റിക്വയർ ദാറ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ബൈ ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റേറ്റ് ദാറ്റ് എ സർജിക്കൽ operation may be executed only on concern of the patient or legal representative except in emergencies. ഇപ്പൊ ഇവിടെ പറയുന്നത് എപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നിബന്ധന. ഇപ്പൊ ഒരു സർജറി ചെയ്യാനുള്ളത്, അപ്പൊ ഒരു മെഡിക്കൽ സ്റ്റാഫ് ലോ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഒരു സർജിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സർജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് മുൻപായിട്ട് ആ പേഷ്യന്റിനോടോ അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് വയ്യാതെ ബോധാവസ്ഥയിലല്ല എന്ന് വിചാരിക്കുക, അപ്പൊ അവരുടെ ലീഗൽ ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധി ആരാണോ അവരോടോ എന്ത് ചെയ്യണം? ഈ പറയുന്ന വിശദമായിട്ടുള്ള വിവരങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ഒരു സർജിക്കൽ ഓപ്പറേഷൻ അവർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ബെനിഫിറ്റ്സും അതുപോലെ സൈഡ് എഫക്ട്സ് ഒക്കെ പറയണം. എല്ലാ രീതിയിലും കാര്യങ്ങളും സംസാരിച്ച് അവരിൽ നിന്ന് ആ ഒരു സൈൻ ചെയ്ത് വാങ്ങണം, അല്ലെങ്കിൽ ഒരു സമ്മതപത്രം വാങ്ങേണ്ടതായിട്ടുണ്ട്. എക്സെപ്റ്റ് ഇൻ എമർജൻസി കേസുകളിൽ നമുക്ക് ഈ ഒരു സമ്മതപത്രം വാങ്ങാൻ സമയമുണ്ടോ? അവിടെ സമയമുണ്ടോ? ഒരു എമർജൻസി കേസ് വരെയാണ്, വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കേസ് വരാണ്, ഒരു ആക്സിഡന്റ് കേസ് വരാണ്. അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു സർജറി ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഉടനെ സർജറി ചെയ്യേണ്ടതായിട്ടാണ്. നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാണ് അവരെ. അല്ലാതെ നമുക്ക് അവിടെ എന്താണ് ഒരു സമ്മതപത്രം വാങ്ങി അവരുടെ ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ഒന്നും ആയിരിക്കില്ല കൊണ്ടുവരിക, അല്ലെ? ചിലപ്പോൾ അവരുടെ നാട്ടുകാരൊക്കെ ആയിരിക്കും ഇത് കാണുന്ന എടുത്തു വരുന്നത്. അപ്പൊ അവരിൽ നിന്ന് സമ്മതം വാങ്ങാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ ഒഴികെ മറ്റെല്ലാ സിറ്റുവേഷൻസിലും എന്ത് ചെയ്യണം? ഇത് നിർബന്ധമായിട്ടും ആ പേഷ്യന്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ലീഗൽ ആയിട്ടുള്ള പ്രതിനിധികളിൽ നിന്നോ നിർബന്ധമായിട്ടും ഈ സ്പെഷ്യൽ കൺസേൺ ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടത് ആ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫുകളാണ് അത് ചെയ്യുന്നത്. അത് അവരുടെ ലോ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിർബന്ധമായിട്ടും പറയുന്ന കാര്യം കൂടിയാണ്. ക്ലിയർ ആണോ? സ്പെഷ്യൽ കൺസേൺസ് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതൊരു ക്ലിനിക്കൽ ഡേറ്റാസ് ആണ്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അത് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പറയാം കേട്ടോ. ഇപ്പൊ ഇവിടെ സ്പെഷ്യൽ കൺസേൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പോയിന്റ് വൈസ് ഉള്ളതൊക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതെന്ന രീതിയിലൊക്കെ ചോദ്യം വരാം കേട്ടോ. പിന്നെ പറയുന്നത് ഇപ്പോ ഡേറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ. പിന്നെ ഓരോ കണ്ടീഷൻസ് നോക്കാം. ഇപ്പൊ ഈ പറയുന്ന റിലീസ് ഓഫ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ്. ഇനി ഇവന്റ്സ്, എന്തൊക്കെ ഇവന്റ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇതിനുള്ളിൽ നിന്ന് വരാം കേട്ടോ. അപ്പൊ അതിൽ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.